എന്തോ എന്നെ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. രേണു സുധിക്കുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇനി എന്നെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു എന്നുള്ള ഒരു പരാതി വേണ്ട, പരസ്യമായിട്ട് തന്നെ മറുപടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് അനുമോളോട് പറയാനുള്ളത്, അനുമോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അനുമോളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, രേണുവായിട്ട് എന്താ പ്രശ്നം, ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് എന്ന്. അതൊന്നും ആർക്കും ചോദിക്കാനും ഇല്ല, ക്യാമറയുടെ മുന്നിൽ വെച്ച് പറയാനും ഇല്ല. രേണു സുധിയുടെ പുതിയ ആൽബം ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ആൽബം അല്ല, ഷൂട്ട് കണ്ടല്ലോ അല്ലേ? ഷൂട്ട് കണ്ടാൽ മതിയല്ലോ. നമ്മുടെ സന്തോഷം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരാളെങ്കിൽ ഒരാൾ, രണ്ടാളെങ്കിൽ രണ്ടാൾ. കസിംബ്രോയുടെ ക്യാമറയുടെ മുന്നിൽ നിന്ന് നിളഞ്ഞിരുന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് ഇനി പറയാം. പെങ്ങൾ മാറി വെറും സഹപ്രവർത്തകയിലേക്കുള്ള സ്ഥാനം ബാക്കോട്ട് പോയിരിക്കാട്ടോ. ആരുമായിട്ട് റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. രേണുവിനോടാണ് പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രേണു അനുമോളുടെ പേര് വലിച്ചിടുക എന്നുള്ളത് രേണുവിനിപ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അനുമോള് വ്യക്തമായിട്ടുള്ളൊരു മറുപടി രേണുവിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞതാണല്ലോ രേണുവിൻ്റെ പരാതി. രഹസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, ഞാൻ ചോദിച്ച കാര്യമാണ് അനുമോൾ അതിനുള്ള മറുപടി വന്നിരിക്കുന്നത്. ഇപ്പോൾ അതാ അനുമോൾക്ക് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു, അമ്പലത്തിൽ എന്തോ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ആള്. അവിടെ വെച്ച് മീഡിയാസ് എല്ലാം അനുവിനോട് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു മറുപടി, നമ്മളോട് എന്താണോ അനു പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി എല്ലാ ക്യാമറകളും കാണുകയും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പുള്ളവരാണെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മീഡിയാസ് എല്ലാം തന്നെ അനുമോളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രേണുവായിട്ട് എന്താ പ്രശ്നം, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് എന്ന്. രേണുവായിട്ട് ഒരു പ്രശ്നമില്ല, എന്താ പ്രശ്നമെന്ന് അനു അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ രേണു പറഞ്ഞ കാര്യങ്ങൾ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രേണു അനുമോളുടെ പേര് വലിച്ചിടുക എന്നുള്ളത് രേണുവിനിപ്പോൾ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. അനുമോള് സുധിച്ചേട്ടൻ്റെ സഹപ്രവർത്തകയാണല്ലോ, എന്നാൽ ഇതിനു മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനുമോള് സുധിച്ചേട്ടൻ്റെ പെങ്ങളായിരുന്നു എന്നാണ്. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പെങ്ങൾ മാറി വെറും സഹപ്രവർത്തകയിലേക്കുള്ള സ്ഥാനം ബാക്കോട്ട് പോയിരിക്കാട്ടോ. പെങ്ങളുടെ സ്ഥാനവും സഹപ്രവർത്തകയുടെ സ്ഥാനവും രണ്ടും രണ്ടാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചോറുണ്ടെന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ പെട്ടെന്നുണ്ടല്ലോ രേണുവിന് അതങ്ങോട്ട് മാറി. അതെന്തുകൊണ്ടാ? അനുമോള് വിന്നർ ആയതുകൊണ്ടാണോ? ഇത് ഞാൻ ചോദിച്ച ചോദ്യമല്ല, അവർ ചോദിച്ച ചോദ്യമാണ്. എനിക്ക് അനുമോളോട് പറയാനുള്ളത്, അനുമോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അനുവിനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അനു അല്ല ആദ്യമായിട്ട് ഇത് അനുഭവിക്കുന്നത്. എല്ലാ സീസണിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് സീസണിലെ വിന്നറാണെങ്കിലും ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അനുവിന് എന്താണ് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. വിശേഷം? പിന്നെ എല്ലാ വർഷം ഇടുന്നതല്ലേ, ഇപ്രാവശ്യം പൊങ്കലിടും. അനുമോളെ, പിന്നെ രേണുസുധിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഒരു പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഒരു പ്രശ്നം, അതാണ് ഞാനും ആലോചിക്കുന്നത്. ബിഗ് ബോസിന് ഇറങ്ങുന്ന അന്നാണ് ലാസ്റ്റ് കാണുന്നത്, ആ സമയം വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ അറിയാമെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ഓരോ ചോദ്യങ്ങൾക്ക് അനു കൊടുക്കുന്ന മറുപടി ഉണ്ടോ ചിരിച്ചോണ്ടാണ്. അനു എനിക്ക് തോന്നുന്നു അനു ഇത് എടുത്തിരിക്കുന്നത് വളരെ തമാശയായിട്ടാന്ന് തോന്നുന്നു, ചിരിച്ചോണ്ടാണ് മറുപടി കൊടുക്കുന്നത്. അല്ല, സുധിച്ചേട്ടന്റെ പെങ്ങളുട്ടി എന്ന് പറഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷം സഹപ്രവർത്തക എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിക്കാരി അന്വേഷണം വിളിച്ചിട്ടില്ല. ഞാനും കണ്ടു, എനിക്ക് ഒരുപാട് പേരെടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയണ്ടേ, പുള്ളിക്കാരുടെ ചോദ്യം. ഇതിൽ അനു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ അതിനുശേഷം പുള്ളിക്കാരിയെ വിളിച്ചിട്ടില്ലെന്ന്, അതായത് വിളിക്കാൻ പാകത്തിനുള്ള ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നാണ് അനുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. രേണുവിനായിരിക്കും ഒരുപക്ഷെ അനു എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളായി മാറിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു വാക്കുകൾ അനുവിന്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വിളിക്കാൻ പാകത്തിനുള്ള റിലേഷൻ അവർ തമ്മിൽ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ രേണു ആണ് അനുവിന് എല്ലാ മീഡിയാസിലും കയറിയിട്ട് ഇങ്ങനെ മോശമാക്കാൻ ശ്രമിച്ച് അതിലൊരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരി ആൻസർ പറഞ്ഞു, പക്ഷെ എന്താ പ്രശ്നം എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞ ചേച്ചി? കുറച്ചു നാൾ മുന്നേ വരെ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സുധിച്ചേട്ടന്റെ പെങ്ങളുട്ടിയാണ്, ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചു. പക്ഷെ പുള്ളിക്കാരി വരുന്ന വീഡിയോസിലൊക്കെ കൂടുതലും എന്തോ എന്നെ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കും. ബിഗ് ബോസ് കപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ബാക്കി വീഡിയോ നമുക്ക് കാണാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൽ അനു പറഞ്ഞിട്ടില്ലേ ചേച്ചിന്ന്, എന്ത് സ്നേഹത്തോട് കൂടിയിട്ടാണല്ലോ വിളിക്കുന്നത്. സുധിച്ചേട്ടനെ ഒരു ബ്രദറായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സുധിയുടെ പെങ്ങളുട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ സ്ഥാനം തന്നെ അനുമോള്
രേണുസുതിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിഗ് ബോസ് വീടിനകത്ത് അവർക്ക് അത്ര സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അവരെല്ലാവരും മത്സരാർത്ഥികളായിട്ടാണ് പോയത്. അല്ലാതെ അനിയനും പെങ്ങളൂട്ടിമാർ കളിക്കാനല്ല പോയത്. അതൊക്കെ കഴിഞ്ഞ സീസണിലെ പെങ്ങളൂട്ടിമാർ. അപ്പോൾ ആ പെങ്ങളൂട്ടി കളിക്കാനായിട്ടല്ല, ചിലരും ഈ സീസണിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അനു പെങ്ങളൂട്ടി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രേണുവായിട്ട് അവിടെ വെച്ചിട്ട് അധികം വലിയ റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. ചേച്ചി എന്നുള്ളൊരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചേച്ചി വിളിച്ച് സംസാരിക്കുന്നു, സങ്കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പാവല്ലേ. മുന്നേ വരെ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സുചേട്ടന്റെ പെങ്ങളൂട്ടിയാണ്, ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചു. പക്ഷെ പുള്ളിക്കാരി വരുന്ന വീഡിയോസിലൊക്കെ കൂടുതലും എന്തോ എന്നെ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കും. ഇത്ര നാള് പറഞ്ഞുകൊണ്ടിരുന്നത് സുചേട്ടന്റെ പെങ്ങളാണെന്നാണ് ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ സഹപ്രവർത്തകയാണെന്ന്. എന്താല്ലേ, എന്ത് വിഷമം ഉണ്ടാകും ഇങ്ങനെയൊക്കെ പറയുമ്പോ അല്ലേ. എന്തോ എന്നെ ഇഷ്ടമല്ലാത്ത പോലെ സംസാരിക്കുന്ന പോലെ തോന്നിയെന്ന്. അപ്പോൾ അത് നമുക്കോ എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കോ മാത്രമല്ല തോന്നിയിട്ടുള്ളത്, അനുവിനും തോന്നിയിട്ടുണ്ട് ഇഷ്ടമല്ലാത്ത പോലെ സംസാരിക്കുന്നത്. എന്ത് പറയാനാ. അനു അത് വളരെ സങ്കടത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്താ എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടെന്ന്. സങ്കടപ്പെടണ്ട, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. നിങ്ങൾ ആരെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. കണ്ടില്ലേ, ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ബിഷപ്പിനെ കുറിച്ച്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അധികം കാലമൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ രേണുസുതി ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, ബിഷപ്പ് അല്ലേ ബിഷപ്പ്. ഇതാണ് സ്വഭാവം. സഹായിച്ചവരെയും കൂടെ നിന്നവരെയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതുപോലെ തേച്ച് കളയും. ഇതാണ് സ്വഭാവം. ഇപ്പോൾ കുറേ പേര് വാലം പിടിച്ച് ആൽബത്തിലും അവിടെ ഇവിടെയൊക്കെ അഭിനയിക്കാനായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ പൊക്കി നടക്കുന്നു. അധികം താമസിക്കൊന്നും വേണ്ടെന്ന്. ഇനിയിപ്പോൾ അവരൊക്കെ ആൽബത്തിൽ വിളിക്കാണ്ടായാൽ മതി, ആള് അവരെയും താഴെയിടും. ഇത് സ്വഭാവമാണ്. അപ്പോൾ സഹോദരി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നും സഹപ്രവർത്തിയിലേക്ക് മാറിയത് രേണുവിന്റെ മനസ്സിൽ മാത്രമായിരിക്കാം. സഹോദരിയായി കണ്ടവരൊക്കെ സഹോദരിയെ പോലെ കണ്ടിട്ട് തന്നെയാണ് ഭൂമിയിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പൊ അത്രയും കരുതിയാൽ മതി. അപ്പൊ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഒരു വിഷമം ഉണ്ടായി. ബിഗ് ബോസിൽ ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? ബിഗ് ബോസിൽ കോണ്ടാക്ട് ഉള്ളത് വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. എല്ലാവരും തിരക്കുകളാണല്ലോ. ഈ പറയുന്ന പോലെ ഞാൻ കോണ്ടാക്ട് ഉള്ളത് ഓനിലേട്ടൻ, നമ്മുടെ പ്രവീൺ, ആവശ്യത്തിന് മാത്രമാണ്. അവരുടെ ആവശ്യത്തിന് എന്നെ വിളിക്കും, എന്റെ ആവശ്യത്തിന് അവരെയും വിളിക്കും. അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കോണ്ടാക്ടും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ മതിയല്ലോ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ റിലേഷൻ വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ ആവശ്യത്തിന്, നമുക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല സന്തോഷത്തിന് വിളിക്കാനും അവരുടെ സന്തോഷത്തിന് നമ്മൾക്ക് ഇങ്ങോട്ട് കോള് വരുന്നതും അങ്ങനെയുള്ള റിലേഷൻസ് ആണ് ഇപ്പോഴത്തെ കാലത്ത് പറ്റുള്ളൂ. അതിൽ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവർ എത്രത്തോളം തിരക്കുള്ളവരാണ്. ഇത് ആരുമായിട്ട് റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. രേണുവിനോടാണ് പറയുന്നത്. അനുമോളുമായിട്ട് എനിക്ക് ഒന്ന് കണ്ടസ്റ്റന്റ് ആരും കോണ്ടാക്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നീട് പ്രോഗ്രാം എന്തോ നടക്കുന്നു, എല്ലാവരും അനുമോളുണ്ടായിരുന്നു. ആരുമായിട്ടും അനുവിന് വലിയ കണക്ഷനൊന്നുമില്ല എന്നൊക്കെ മീഡിയാസിന്റെ മുന്നിൽ നിന്ന് നെളിഞ്ഞിരുന്ന്, അല്ല കസിംബ്രോയുടെ ക്യാമറയുടെ മുന്നിൽ നിന്ന് നെളിഞ്ഞിരുന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് ഇനി പറയാം. അനു പറയുന്നുണ്ട് എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിക്കുമ്പോൾ അനുമായിട്ട് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവര് പറയുകയാണ് അനു ആരുമായിട്ടും ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ബിഗ് ബോസിന്റെ വിന്നറായിട്ടുള്ള ഓരോരുത്തരോട് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ പറയുള്ളൂ. ആ സീസണിൽ അവരുടെ കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ ഇപ്പോഴും പോര് കാണിക്കുന്നവരുണ്ടാകും. ഇത്രയും സീസൺ കഴിഞ്ഞെങ്കിലും ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു പോര് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടക്കേട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അത് നിങ്ങൾ തന്നെ ആലോചിക്കും. അവരെല്ലാവരും മത്സരിക്കാൻ പോയതാണ്. ജനപിന്തുണ കിട്ടുന്നത് കുറച്ച് പേരിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ ഒരു പിന്തുണയിൽ കിട്ടാത്തവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കടം, ആ സങ്കടം ഇവര് വിന്നറോട് തീർക്കും. ആ ദേഷ്യമൊക്കെ അത് ഇവരുടെ കഴിവുകേടാണെന്ന് ആരും ആക്സെപ്റ്റ് ചെയ്യില്ല. അതങ്ങനെയാണല്ലോ. നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകേടാണെന്ന് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് മറ്റുള്ളവരിലേക്ക് കുറ്റം കണ്ടുപിടിക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. അത് തന്നെയാണ് നമ്മളെന്ന് പറയുന്നില്ല, എല്ലാവരും എന്ന് പറയുന്നില്ല കേട്ടോ, ചിലവര്. അപ്പോൾ അത്തരത്തിൽ പെടുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് പേരൊക്കെ എല്ലാ സീസണിലും ഉണ്ടാകും. അത് ഈ സീസണിലും ഉണ്ടായി. അതാണ് അനു ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ഓക്കെ അത് അവൾക്കാണ്, അവൾ കളിച്ചു, നമ്മളെക്കാൾ നന്നായിട്ട് അവൾ കളിച്ചോണ്ട് അവൾ വിന്നറായി എന്ന് ചിന്തിക്കുന്നവരും കൂടെ അനുമോളുടെ കൂടെയുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് സീസണിലുള്ള എല്ലാവരുമായിട്ട് ഹായ് ബൈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അനു തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ചിലവരുടെയൊക്കെ മനസ്സിൽ ഓരോ ദേഷ്യമൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇതൊക്കെ മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. എല്ലാവർക്കും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും ഒരു ചെറിയ ചെറിയ പിണക്കോ ഇതൊക്കെ മാറാൻ ടൈം എടുക്കും. എല്ലാവർക്കും ഒരു ഹീലിംഗ് പീരീഡ് കൊടുത്തിട്ട് അവർ ഒന്നാണെങ്കിൽ ഒന്നാവട്ടെ, അല്ല ഇത് വേണ്ട, എന്നിട്ടും ഇഷ്ടക്കേടുള്ളവർ ഇഷ്ടക്കേട് വെച്ച് നിൽക്കട്ടെ. ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അത് വേദത്തിലൊക്കെ പറയുന്ന പോലെ ഞാൻ നിന്നിൽ നിന്നും അവരെ എല്ലാം അകറ്റിയത്
ഒരുപക്ഷെ നീ കേൾക്കാത്ത പല കാര്യങ്ങളും നിന്നെക്കുറിച്ച് വളരെ മോശമായി അവർ പറയുന്നത് ഞാൻ കേട്ടത് കൊണ്ടാണ് ഭഗവാൻ പറയുന്ന പോലെ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വെച്ച് സമാധാനിക്കാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ മറ്റുള്ളവരാരും ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ വളരെ ചുരുക്കമാണ് എന്നുണ്ടെങ്കിൽ അത് മതിയെന്നേ. നമ്മുടെ സന്തോഷം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരാളെങ്കിൽ ഒരാൾ, രണ്ടാളെങ്കിൽ രണ്ടാൾ, അഥവാ ആരുമില്ലെങ്കിലും സർവേശ്വരൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊക്കെ ആ സെൻസിലെടുത്ത് വിട്ടുകളയുക. ആരുമില്ലെങ്കിൽ വേണ്ട, നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ലേ വന്നത്, അവരെ ഇവരെ കണ്ടിട്ടല്ലല്ലോ നമ്മൾ വന്നത്. പിന്നെ നമ്മുടെ കൂടെ ചുറ്റും ഒരുപാട് നല്ല ആൾക്കാരുള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെ വലിയ ലക്കിയാണ്. കാരണം നിങ്ങൾക്ക് ഇത്രത്തോളം നിങ്ങളുടെ സന്തോഷമോ സങ്കടമൊക്കെ പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അവരൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. അതല്ലാത്തവർ വിഷമിക്കേണ്ടെന്നേ. ഒന്ന് നോക്കിയാൽ ആരും ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ അനുമോള് പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. പിന്നെ നമ്മുടെ അനീഷ് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ബിഗ് ബോസ് അനീഷ് അനീഷായിട്ട് കോണ്ടാക്ട് ഇല്ല. ഞാൻ ഉള്ള കാര്യം പറയല്ല, എനിക്ക് അനീഷായിട്ട് കോണ്ടാക്ട് ഇല്ല. പുള്ളിക്കാരൻ പുള്ളിയുടെ അക്കൗണ്ടിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് പുള്ളി. വേറെ ആൾക്കാരൊക്കെ എന്റെ പിആറോ അതോട് പോയി. എന്റെ പിആർ അത് ഞാനും അറിഞ്ഞു. എന്റെ ഒരുപാട് പേര് ചോദിച്ചു അനീഷയുടെ എന്തോ കംപ്ലൈന്റ് എന്തോ കൊടുത്തിരുന്നു, പിആർ ആരുടെ പിആർ ഒക്കെയാണ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല. എനിക്ക് അനീഷന്റെ ഒരു ദേഷ്യമില്ല. പുള്ളിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു ദേഷ്യമില്ല. എനിക്ക് ബിഗ് ബോസിൽ ഇറങ്ങി അന്നത്തോട് കഴിയുമ്പോൾ 3 മാസം പുതിയ ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടി പോവാ. ഏപ്രിലോ മെയ്യിലോ ജൂണിലോ എന്തോ സ്റ്റാർട്ട് ചെയ്യും പുതിയ ബിഗ് ബോസ്. അപ്പം കഴിഞ്ഞു. പുതിയ അനുമോളും പുതിയ അനീഷും പുതിയ അക്ബറും പുതിയ നെവിനൊക്കെ വരാൻ പോവാ. കഴിഞ്ഞു, ഓടത്തോട് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കഴിയാത്ത കുറെ പേരുണ്ട്. വിട്ടേക്ക്, നമ്മളൊന്നും മൈൻഡ് ചെയ്യരുത്. നമുക്ക് നമ്മുടെ പുതിയ വഴി, നമ്മുടെ പുതിയ ലൈഫ്, അത്രയല്ല. നമ്മളവിടെ പുതിയ വഴി, പുതിയ അവസരങ്ങൾ, പുതിയ വഴികൾ വരുമ്പോൾ അത് നമ്മൾ തേടി 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 അതിന്റെ പിന്നാലെ പോവുക. അല്ലാതെ പഴയ പ്രശ്നങ്ങൾ റിവെൻഡ് ചെയ്ത് ബാക്കോട്ട് നോക്കി 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 നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും. വർഷങ്ങൾ കഴിഞ്ഞു പോയാലും നമ്മൾ നിൽക്കുന്നത് 2026 തന്നെയായിരിക്കും. അപ്പോൾ അനീഷായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ അനീഷാണെങ്കിൽ അനീഷിൻ്റെതായ എഴുത്ത് ബുക്കും കാര്യങ്ങളിലൊക്കെ എടുത്ത് തിരക്കാണ്. ആളുടെ പുതിയ ബുക്കുകൾ ഇപ്പോൾ എന്നേരം തുഴയുന്നു എന്നുള്ള ബുക്ക് കഴിഞ്ഞ ശേഷം ഇപ്പോൾ വേറൊരു ബുക്ക്, അങ്ങനെ ആൾ അതിൻ്റെതായ തിരക്കിലാണ്. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിലേക്ക് വന്നതും ആളുടെ ഗവൺമെന്റ് ജോബ് ലീവ് എടുത്തിട്ട് ആൾ ഇത്രനാളം ഇതിനു വേണ്ടി ബിഗ് ബോസിന് വേണ്ടി സ്പെൻഡ് ചെയ്തതും ആളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു. ബുക്ക്, ആളുടെ എഴുത്ത് എന്ന് പറയുന്ന സംഭവം നാട്ടിൽ മൊത്തം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് അനീഷ് അതിൻ്റെതായ തിരക്കിലാണ്. അത് നല്ല രീതി നടക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതി നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി വെച്ചിരിക്കുകയാണ്. അത് സമയം പോലെ ചെയ്യാം. അതുകൊണ്ട് തന്നെ അനീഷിനെ കുറിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട്, പറഞ്ഞോട്ടെ. അനീഷിൻ്റെതായ തിരക്കിലായിരിക്കും. അനീഷിന് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ അനുമോളോടൊന്നും നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അനീഷിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഉണ്ടായില്ല. അനീഷ് ആ കാര്യം കഴിഞ്ഞു. അനീഷ് ആകെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷാനവാസായിട്ട് മാത്രമാണ്. അത് ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഷാനവാസായിട്ട് മാത്രമേ റിലേഷൻ ഉണ്ടാവുള്ളൂ എന്ന്. അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അതൊന്നും ആർക്കും ചോദിക്കാനും ഇല്ല, ക്യാമറയുടെ മുന്നിൽ വെച്ച് പറയാനും ഇല്ല. അനുമോളുടെ കണ്ണിലാണ്, അനുമോളുടെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെയാണ് കണ്ണും നട്ട് കാത്തിരിക്കുന്നത് രേണുസുധി പുതിയ ആൽബമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ആൽബം അല്ല, ഷൂട്ട് കണ്ടല്ലോ അല്ലേ? ഷൂട്ട് കണ്ടാൽ മതിയല്ലോ, ആൽബം പിന്നെ കാണണ്ടല്ലോ. എല്ലാ പാർട്ടും വെക്കുന്നുണ്ട്. ഇപ്പോൾ രേണുസുധിക്കുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇനി എന്നെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു എന്നുള്ളൊരു പരാതി വേണ്ട, പരസ്യമായിട്ട് തന്നെ മറുപടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും